എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ച് പറയാറുണ്ട്, ഊഹിക്കുക അല്ലേ, ഊഹിച്ച് പറയാറില്ലേ? ഇപ്പം ഞാൻ പറയാണ്, അവനിപ്പോൾ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ അവൾ ഇപ്പോൾ പാർക്കിലായിരിക്കും, അവൻ അവിടെ ഉണ്ടാവില്ല. ഇതുപോലെ ഹിന്ദിയിൽ നമുക്ക് എങ്ങനെ ഒരാളെക്കുറിച്ച് ഊഹിച്ച് പറയാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സെൻറ്റൻസ് പറയാൻ വേണ്ടിയിട്ട് ഹിന്ദിയിൽ നമ്മൾ ഹോഗ, ഹോഗി, ഹോങ്കെ. എന്താണ് ഹോഗ, ഹോഗി, ഹോങ്കെ? ഇവിടെ മലയാളത്തിലുണ്ട് ഉച്ചാരണം ഹോഗ. നമ്മൾ നോർമലായിട്ട് പറയുമ്പോൾ അവൻ അവിടെ ആയിരിക്കും, അങ്ങനെ നോർമലായിട്ട് പറയുമ്പോൾ ഹോഗ എന്ന് പറയാം. അതൊരു ഫീമെയിൽ ആണെങ്കിലോ ഒരു പെണ്ണാണെങ്കിലോ നമ്മൾ ഹോഗി എന്ന് പറയും. എന്താ പറയുക? ഹോഗി. അതുപോലെ ഒരുപാട് പേരുണ്ടെങ്കിലോ പ്ലൂറൽ ഫോം ആണെങ്കിലോ അവർ, അപ്പോൾ ഹോങ്കെ. അതുപോലെ പ്ലൂറൽ ഫോം ആണെങ്കിലും അതുപോലെ ബഹുമാനം കൊടുത്തിട്ട് പറയുമ്പോൾ, റെസ്പെക്റ്റ് കൊടുത്ത് പറയുമ്പോഴും നമ്മൾ അവിടെയാണ് എന്ത് ഹോങ്കെ ഉപയോഗിക്കേണ്ടത്. രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഒരുപാട് പേരുണ്ടെങ്കിൽ. രണ്ടാമതാണ് ബഹുമാനം കൊടുത്ത് പറയാൻ വേണ്ടി, റെസ്പെക്റ്റ് കൊടുത്ത് പറയാൻ വേണ്ടി നമ്മൾ ഹോങ്കെ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ആയിരിക്കും എന്ന് പറഞ്ഞ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിക്കുക. ഒന്നാണ് ഹോഗ, ഹോഗി, മൂന്നാമതാണ് ഹോങ്കെ. നമുക്ക് നോക്കാം, ഓരോന്ന് നോക്കാം. ഒന്നാമതാണ് അവൻ ഇപ്പോൾ പാർക്കിൽ ആയിരിക്കും. അവൻ ഇപ്പോൾ പാർക്കിലായിരിക്കും എന്ന് പറയാം. അവൻ ഇപ്പോൾ പാർക്കിലായിരിക്കും. അപ്പോൾ ആദ്യം അവൻ നമ്മൾ എഴുതി വോ, അവൻ. അതുപോലെ ഇപ്പോൾ അബി, പാർക്കിൽ പാർക്ക് മേ, പാർക്ക് മേ. അതുപോലെ എന്താണ് ആയിരിക്കും, എന്താണ് ഹോഗ. വോ അബി പാർക്ക് മേ ഹോഗ, വോ അബി പാർക്ക് മേ ഹോഗ. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ ഞാൻ പറയണം, അദ്ദേഹം ഇപ്പോൾ പാർക്കിലായിരിക്കും. അദ്ദേഹം ഇപ്പോൾ പാർക്കിലായിരിക്കും എന്ന് പറഞ്ഞല്ലോ. വോ അബി പാർക്ക് മേ ഹോങ്കെ. ഇവിടെ നമുക്ക് ഹോങ്കെ ഉപയോഗിക്കേണ്ടി വരും. ഹോങ്കെ എന്താ? റെസ്പെക്റ്റ് കൊടുത്ത് പറയാൻ വേണ്ടി. ഓക്കെ. ബഹുമാനം കൊടുത്ത് പറയുമ്പോൾ, മുതിർന്നവരെ കുറിച്ച് പറയുമ്പോൾ ഹോങ്കെ എന്ന് പറയണം, ഹോഗ എന്ന് പറയരുത്. ഹോങ്കെ. വോ അബി പാർക്ക് മേ ഹോങ്കെ. അദ്ദേഹം ഇപ്പോൾ പാർക്കിലായിരിക്കും. ഓക്കെ. അപ്പോൾ ഹോഗ എന്ന് പറയാം. നോർമലായിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ച് അല്ലെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ ഹോഗ എന്ന് പറയാം. ഇനി നമുക്കിതിൻ്റെ എന്ത് പറയണം? നെഗറ്റീവ് പറയണം. അവൻ ഇപ്പോൾ പാർക്കിൽ അല്ലായിരിക്കും എന്ന് പറയാം. വോ അബി പാർക്ക് മേ നഹി ഹോഗ, വോ അബി പാർക്ക് മേ നഹി ഹോഗ. ഇവിടെ നഹി ചേർക്കുക, നഹി ഹോഗ. സോറി. ഇനി നമുക്ക് ഇതിൻ്റെ ചോദ്യം ഉണ്ടാക്കണം. ചോദ്യം എങ്ങനെ? ക്വസ്റ്റ്യൻ. ഇവിടെ ക്യാ ചേർക്കുക. നിങ്ങൾക്ക് ക്യാ ചേർത്താൽ മതി. ക്യാ വോ അബി പാർക്ക് മേ ഹോഗ, ക്യാ അബി വോ പാർക്ക് മേ ഹോഗ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. രണ്ടാമതാണ് അവൾ ഇപ്പോൾ വീട്ടിലായിരിക്കും. അവൾ ഇപ്പോൾ വീട്ടിലായിരിക്കും എന്ന് പറയാം. അവൾ വോ. ഓക്കെ. വോ. ഇപ്പോൾ അബി വീട്ടിലായിരിക്കും. വീട്ടിൽ ഗർപ്പെ, ഗർപ്പർ. പറന്ന് പറയണ്ട, ഗർപ്പെ എന്ന് പറയാം. പേ, ഗർപ്പെ. അപ്പോൾ സംശയം സാറേ, വീട്ടിൽ എന്ന് പറയുമ്പോൾ ഗർമ്മ അല്ലേ? നമ്മൾ ഗർമ്മയെന്ന് പറയാം, ഗർമ്മയെന്ന് പറയാം, ഗർപ്പർ എന്ന് പറയാം. എപ്പോഴും പറയാം? ഗർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഗർപ്പെ പെർ റ് വേണ്ട, പേൻ മതി. ഗർപ്പെ, ഗർപ്പെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ പുറത്തോ എവിടെയെങ്കിലും എന്ന് വെച്ചാൽ ലൊക്കേഷൻ കാണിക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കാം എന്തൊക്കെയാണ്. വോ അബി ഗർപ്പർ ഹോഗി, അല്ലെങ്കിൽ വോ അബി ഗർപ്പെ ഹോഗി. ഓക്കെ. പെർ, ഗറിൻ്റെ കൂടെ ഈ ഗർ എന്ന് പറഞ്ഞ വേർഡിൻ്റെ കൂടെ പെർ ഉപയോഗിക്കുമ്പോൾ റ് പറയരുത്. ഓക്കെ. ഗർപ്പെ എന്ന് പറയാം. വോ അബി ഗർപ്പെ ഹോഗി. ഇവിടെ ഹോഗി ഉപയോഗിച്ചു, കാരണം അവളാണല്ലോ, പെണ്ണായതുകൊണ്ട് ഹോഗി പറഞ്ഞു. വോ അബി ഗർപ്പെ ഹോഗി. ഇനി അവൾ ഇപ്പോൾ വീട്ടിലല്ലായിരിക്കും എന്ന് പറയണം. നെഗറ്റീവാണ്. പറയാം വോ അബി ഗർപ്പെ നഹി ഹോഗി, വോ അബി ഗർപ്പെ നഹി ഹോഗി. ഇനി ചോദ്യം ചോദിക്കണം, അല്ല അവൾ ഇപ്പോൾ വീട്ടിലായിരിക്കുമോ എന്ന് ചോദിക്കണം. അപ്പോൾ ക്യാ എന്ന് പറയുന്ന വേർഡ് സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ ലാസ്റ്റോ ചേർക്കാവുന്നതാണ്. ഇങ്ങനെ ക്യാ വോ അബി ഗർപ്പെ ഹോഗി, ക്യാ വോ അബി ഗർപ്പെ ഹോഗി. ഇനി നമുക്ക് അടുത്ത് നോക്കാം. രാഹുൽ ഈ സമയത്ത് മാർക്കറ്റിൽ ഉണ്ടാകും. രാഹുൽ ഈ സമയത്ത് മാർക്കറ്റിൽ ഉണ്ടാകും, അല്ലെങ്കിൽ മാർക്കറ്റിൽ ആയിരിക്കും എന്ന് പറയണം. എന്താ പറയാം? രാഹുൽ ഈ സമയത്ത്, ഈ സമയ എന്താ പറയാ? ഈ സമയ. രാഹുൽ ഈ സമയ ബജാർ മേ ഹോഗ. ഹോഗ എന്ന് പറയും നോർമലായിട്ട്. അതല്ല, രാഹുൽ ഒരു മുതിർന്ന ആളാണെങ്കിലോ, രാഹുൽ ഒരു മുതിർന്ന ആളാണെങ്കിൽ നമുക്ക് പറയാം ഹോങ്കെ. റെസ്പെക്ട്, ബഹുമാനം, റെസ്പെക്ട് എന്ന് പറയാം. രാഹുൽ ഈ സമയ ബജാർ മേ ഹോങ്കെ എന്ന് വെച്ചാൽ രാഹുൽ ഒരു മുതിർന്ന ആളാണ്. അതല്ല, രാഹുൽ ഈ സമയ ബജാർ മേ ഹോഗ, ഹോഗ എന്നാണെങ്കിലോ
നമ്മുടെ ഒരു നോർമലായിട്ടൊരു ഫ്രണ്ടാണ്, ഒരു സുഹൃത്ത്, കൂട്ടുകാരനെന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടും പറയാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് എഴുതാം. രാഹുൽ ഇസ് സമയ ബജാർ മേ നഹി ഹോഗ, അല്ലെങ്കിൽ രാഹുൽ ഇസ് സമയ ബജാർ മേ നഹി ഹോങ്കെ. ചോദ്യം, ക്യാ രാഹുൽ ഇസ് സമയ ബജാർ മേ ഹോഗ, ക്യാ രാഹുൽ ഇസ് സമയ ബജാർ മേ ഹോങ്കെ. ഓക്കെ, ഇനി നാലാമതാണ്, എൻ്റെ അച്ഛൻ ഇപ്പോൾ അവിടെ ഉണ്ടാകും. എൻ്റെ അച്ഛൻ ഇപ്പോൾ അവിടെ ഉണ്ടാകും എന്ന് പറയാം. മേരെ പിതാജി. അപ്പം ഞാൻ എന്തുകൊണ്ട് ഇവിടെ മേരെ രേ ഉപയോഗിച്ചു? മേരെ. എന്തുകൊണ്ട് മേരാ രാ ഉപയോഗിച്ചില്ല? കാരണം ഇവിടെ പിതാജി അല്ലേ, പിതാജി. റെസ്പെക്റ്റ് കൊടുത്ത് പറയുമ്പോൾ എപ്പോഴും ഒരു എ എന്നാ പറയാ, എ. ഓക്കെ, മേരെ പിതാജി. ഇനി ഇവിടെ പിതാജിൻ്റെ പകരം ഞാൻ പറയാണ് സഹോദരൻ, മേരാ ബായ്. ഇനി ബായ് മുതിർന്ന ആളുകളോ വലിയ സഹോദരനാണെങ്കിലോ മേരെ ആണോ, മേരെ ബഡേ ബായ് ആണോ, മേരെ. അപ്പോൾ എന്ന് പറയാം, ഇവിടെ നമ്മൾ മുതിർന്ന ഒരാളെ കുറിച്ച് പറയുമ്പോഴാണ് മേരെ എന്ന് പറയുക. അതല്ല നോർമലായിട്ട് പറയുമ്പോൾ മേര എന്ന് പറഞ്ഞാൽ മതി. അതല്ല, ഇനി നമ്മൾ ഒരു ഫീമെയിൽ, ഒരു പെണ്ണിനെ കുറിച്ച് പറയുന്നല്ലോ. ഇപ്പോൾ നമ്മൾ പറയാണ് ഇങ്ങനെ ബെഹൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ. ഓക്കെ, സഹോദരി. അപ്പോൾ പറയാം മേരി ബെഹൻ. മേരെ പിതാജി റെസ്പെക്ട്, മേരി ബെഹൻ ഫീമെയിൽ. ഓക്കെ, മേരെ പിതാജി അബി വഹി ഹോങ്കെ. ഇവിടെ ഹോങ്കെ ഉപയോഗിച്ചു, കാരണം നമ്മൾ പിതാജിയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ അച്ഛനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മേരെ പിതാജി അബി വഹി അവിടെ ഉണ്ടാകും. ഓക്കെ, അവിടെ തന്നെ. ഇവിടെ വഹി എന്ന് വെച്ചാൽ അവിടെ തന്നെ ഉണ്ടാകും. അവിടെ തന്നെ വഹി. ഓക്കെ, മേരെ പിതാജി അബി വഹി ഹോങ്കെ ഉണ്ടോ? ഇനി എൻ്റെ അച്ഛൻ ഇപ്പോൾ അവിടെ തന്നെ ഉണ്ടാകില്ല എന്ന് പറയാം. മേരെ പിതാജി അബി വഹി വഹാ. അപ്പോൾ വഹി എന്ന് പറയരുത്. വഹി എപ്പോഴും പറയാം, വഹി നെഗറ്റീവ് പറയുമ്പോൾ വഹി എന്ന് പറയാറില്ല. ഓക്കെ, പോസിറ്റീവിലാണ്, ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആകുമ്പോഴാണ് നമ്മളവിടെ വഹി എന്ന് ഉപയോഗിക്കാം. മേരെ പിതാജി അബി വഹാ നഹി ഹോങ്കെ. അവിടെ തന്നെ ഉണ്ടാകുന്നാണല്ലോ. മേരെ പിതാജി അബി വഹി ഹോങ്കെ. ഇനി അടുത്താണ്, അവൻ അവിടെ തന്നെ ആയിരിക്കും. പറയാം, അവൻ അവിടെ തന്നെ ആയിരിക്കും. അവൻ വഹി ഹോഗ. ഉണ്ടോ? ഇനി അവൻ. ഓക്കെ, ഇനി ഇതിൻ്റെ നെഗറ്റീവ് പറയണം. നെഗറ്റീവ് പറയുമ്പോൾ വഹി എന്ന് പറയാതെ അവൻ അവിടെ തന്നെ ആയിരിക്കണം എന്ന് പറയുമല്ലോ. അവൻ അവിടെ ആയിരിക്കണം എന്ന് പറയാം. അപ്പോൾ വഹാ നഹി ഹോഗ. ഓക്കെ, ഇനി നമുക്ക് ബഹുമാനം കൊടുത്ത് പറയണമെങ്കിലോ, അപ്പം പറയാം വഹാ നഹി ഹോങ്കെ. ഓക്കെ, വഹാ നഹി ഹോങ്കെ. ഇനി പറയണം, അദ്ദേഹം അവിടെ തന്നെ ആയിരിക്കും. വഹി ഹോങ്കെ. വഹി ഹോങ്കെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കാം അല്ലേ. അടുത്താണ് എന്ത്? അവൻ ഈ സമയത്ത് അവൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഉണ്ടാകും. അവൻ ഈ സമയത്ത് അവൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് പറയാം. അവൻ ഈ സമയത്ത് ഇസ് സമയ अपने दोस्त के साथ होगा. എന്തായി? അവൻ ഈ സമയത്ത് അവൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഉണ്ടാകും. ഇസ് സമയ അപ്പനെ ദോസ്ത് കെ സാത്ത് ഹോഗ. ഇനി ഈ സമയം അവൻ അവൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഉണ്ടാകില്ല എന്ന് പറയണം. നെഗറ്റീവ് വേണം എന്ന് പറയാം. ഇസ് സമയ അപ്പനെ ദോസ്ത് കെ സാത്ത് നഹി ഹോഗ. ഓക്കെ, ഇനി നമ്മൾ അവൻ്റെ പകരം അദ്ദേഹം പറയാണ്. അദ്ദേഹം എന്ന് പറയാം. ഇസ് സമയ അപ്പനെ ദോസ്ത് കെ സാത്ത് നഹി അല്ലെങ്കിൽ ഹോങ്കെ. ഓക്കെ, ഇസ് സമയ അപ്പനെ ദോസ്ത് കെ സാത്ത് ഹോങ്കെ അല്ലെങ്കിൽ നഹി ഹോങ്കെ. ഇനി ഏഴാമതാണ്, അവർ ഇപ്പോൾ അവിടെ ഉണ്ടാവില്ല. എന്ന് പറയണം. അപ്പോൾ അവർ എന്ന് പറയാ വേ. ഇപ്പോൾ അബി അവിടെ വഹാ നഹി ഹോങ്കെ. തീർച്ചയായിട്ടും ഇവിടെ എന്താ വരിക? ഹോങ്കെ വരിക. കാരണം അവരല്ലേ, ഒരുപാട് പേരല്ലേ. അപ്പോൾ ഒരുപാട് പേരാകുമ്പോഴും അതുപോലെ ബഹുമാനം കൊടുത്ത് പറയുമ്പോഴും മുതിർന്നവരെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ ഹോങ്കയാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഹോഗി നമ്മൾ ഒരു പെണ്ണിനെ കുറിച്ച് പറയുമ്പോൾ, ഒരു ഫീമെയിലിനെ കുറിച്ച് പറയുമ്പോൾ നോർമലായിട്ട് നമ്മൾ എന്താ പറയുക? ഹോഗ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ 3 കാര്യങ്ങൾ മറക്കരുത്. അപ്പോൾ ഒന്ന് പറയാം, എന്താണ്?
അവർ ഇപ്പോൾ അവിടെ ഉണ്ടാവില്ല എന്ന് പറയണം അല്ലേ. അപ്പോൾ വേ അഭി വഹ നഹി ഹോങ്കെ. ഇനി എനിക്ക് പറയണം അവർ ഇപ്പോൾ അവിടെ ഉണ്ടാകും എന്ന് പറയണം. എങ്ങനെ പറയാം? വേ അഭി വഹ ഹോങ്കെ. വേ അഭി വഹ ഹോങ്കെ. ഓക്കെ. ഇനി അടുത്താണ്, ഇനി നമുക്ക് ഇതിൻ്റെ ചോദ്യം ഉണ്ടാക്കാം. എങ്ങനെ? അവർ ഇപ്പോൾ അവിടെ ഉണ്ടാകുമോ എന്ന് ചോദിക്കണം. പറയാം ക്യാ വോ അഭി വഹ ഹോങ്കെ. ക്യാ ഉണ്ടോ? ക്യാ വോ അഭി വഹ ഹോങ്കെ. ഇനി നമ്മുടെ അവസാനത്താണ് എൻ്റെ സഹോദരി. ഇവിടെ സഹോദരിയാണ്, സഹോദരി. എൻ്റെ സഹോദരി ഇപ്പോൾ സ്കൂളിലായിരിക്കും. എൻ്റെ സഹോദരി ഇപ്പോൾ സ്കൂളിലായിരിക്കും എന്ന് പറയണം. അപ്പോൾ ഇവിടെ മേര എന്ന് പറയരുത്, മേരി എന്ന് പറയണം. മേരി എന്താ കാരണം അറിയോ? നമ്മൾ ആരെ കുറിച്ചാണ് പറയുന്നത്? ഒരു ഫീമെയിൽ, ഒരു പെണ്ണിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവിടെ മേരി എന്നാ പറയാം. മേരി. ഓക്കെ. മേരി ബഹൻ. മേര എന്ന് പറയുന്നത് മേരി ബഹൻ. മേരി ബഹൻ അബി സ്കൂൾ മേ ഹോഗി. ഹോഗി ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫീമെയിൽ ആകുമ്പോൾ ഹോഗി വരണം. മേരി ബഹൻ അബി സ്കൂൾ മേ ഹോഗി. മേരി ബഹൻ അബി സ്കൂൾ മേ ഹോഗി. ഓക്കെ. അപ്പോൾ ഈ ഹോഗ, ഹോഗി, ഹോങ്കി എപ്പോൾ പറയാം? നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഊഹിച്ച് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഓക്കെ. ഇതിലും ഒരുപാടുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു 4-5 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അയക്കുക.